ഹായ് ഫ്രണ്ട്സ്, ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബാർബിക്യൂ ചിക്കനാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. വരൂ, ഏവർക്കും സ്വാഗതം. വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങൾ ഈ വീഡിയോയിൽ ബാർബിക്യൂ ഉണ്ടാക്കുന്നത് കാണിച്ചിരിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാൻ വരൂ. ആദ്യമായിട്ട് അതിൻ്റെ മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ടൊമാറ്റോ സൂപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്ററിൻ്റെ ഒരു സൂപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഒരു 50 ഗ്രാം മുളക് പൊടി, കൂടാതെ ബാർബിക്യൂ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് ചതച്ചത്, എണ്ണ ഒരു 100-150 ഗ്രാം എണ്ണ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായി ഇളക്കി അത് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ മറ്റൊരു പാത്രത്തിൽ നമ്മൾ കോഴി, ഇച്ചിരി മുഴുത്ത പീസായിരിക്കണം, കോഴി നമുക്ക് കഴുകിയെടുക്കാം. ഒരു 15 കിലോ കോഴിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ലവണ്ണം നമുക്ക് ഒരു 2 പ്രാവശ്യം കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ പേസ്റ്റ് കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ പേസ്റ്റിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ സാധിച്ചില്ല. അതുകൂടെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ 7 അപ്പ് ഒഴിച്ചാണ് അത് നമ്മൾ ആ മിക്സ് ചെയ്യുന്നതും. അധികം ഒഴിക്കേണ്ട, ഒരു 1/2 ലിറ്റർ മൊത്തത്തിൽ നമുക്ക് ഒഴിക്കണം. അപ്പം നല്ല ടേസ്റ്റ് കിട്ടും. പെട്ടെന്ന് ചിക്കൻ വേവുകയും ചിക്കന് നല്ല മയം കിട്ടുകയും ചെയ്യും. അതിനാണ് ഈ 7 അപ്പ് നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2-3 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാഗ്നേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ വളരെ നന്നായിരുന്നു. എങ്കിലും ഇത്രയും സാധനം ഒന്നിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അടുപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സിമൻറ്റ് തറ പൊട്ടാതിരിക്കാനാണ് നമ്മൾ അടിയിൽ പാറപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇഷ്ടിക വെച്ച ശേഷം നെറ്റ് വയ്ക്കുന്നു. അപ്പുറത്ത് എയറിനാവശ്യമായിട്ടുള്ള കറക്കുന്ന ഒരു അതും വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് ചുറ്റും കട്ടകൾ വെച്ച് നിരത്തിയ ശേഷം നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് കരി ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ വല വയ്ക്കുന്നു, നെറ്റ്. എന്നിട്ട് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. നല്ലവണ്ണം കനലായ ശേഷം മാത്രമേ നമുക്ക് ചിക്കൻ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. തീ നല്ലവണ്ണം കത്തിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചിരട്ടയും കൂടി അതിൻ്റെ മുകളിലായിട്ട് കൊടുത്ത് നമുക്ക് അതും നല്ല കത്തിച്ചെടുക്കാം. അപ്പോൾ ആ ചിരട്ട കത്തുമ്പോൾ തന്നെ ആ കനലിലെല്ലാം നല്ല തീ പിടിച്ച് നല്ല പഴുത്ത് ഇരിക്കുന്ന ഒരു കണ്ടീഷനിലോട്ടാവും. എന്നിട്ട് വേണം നമുക്ക് അത് ചിക്കൻ എടുത്ത് വെക്കാൻ. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എടുത്ത് വെക്കാം. അതിന് മുൻപായിട്ട് നമുക്കൊരു ഉള്ളി മുറിച്ച് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ ചിക്കൻ വെച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കൻ പീസ് ഓരോന്ന് ആ പഴുത്തിരിക്കുന്ന ചൂടായിരിക്കുന്ന ആ നെറ്റിൻ്റെ പുറത്തോട്ട് നമ്മൾ, ഇരുമ്പ് നെറ്റാണ്, അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ചിക്കൻ പീസ് വെച്ച് കൊടുത്തിരിക്കുന്നു. 3-4 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ പീസ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ അത് കൈ കൊണ്ട് കറക്കി
തീ ഒന്നുകൂടെ നല്ല കനലാക്കി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വേവുന്ന അനുസരിച്ച് അത് മറിച്ചിടാം. ഒരുപാട് നേരം അങ്ങനെ അങ്ങ് വെക്കരുത്, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കരിയുന്നതിന് മുൻപായിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇളക്കിയിടാം. അതുകൂടാതെ വേറൊരു മസാല നമ്മൾ അതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് 7-Up മസാലയും കൂടാതെ ടൊമാറ്റോ സൂപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു മസാലയാണ്. അത് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ചകിരി ഉപയോഗിച്ചും നമുക്ക് തേക്കാൻ സാധിക്കും. അങ്ങനെ വളരെ രുചികരവും ടേസ്റ്റുമായിട്ടുള്ള ബാർബിക്യൂ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തീ അധികമായിട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല. കനൽ അതിൻ്റെ ചൂട് മതി ആ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അത് തേച്ച് കൊടുക്കുകയാണ്. നല്ല മണമാണ്. ഈ മണം കേട്ടിട്ട് തന്നെ ഒരു 4 പീസ് എടുത്ത് കഴിക്കാൻ തോന്നുകയാണ്. എങ്കിലും ഒന്നുകൂടെ അത് വെന്തോട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിച്ചിരിക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ ഇന്ന് തന്നെ. അവരവരുടെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. തീക്ക് കനൽ വേണം എന്ന് മാത്രം. നമ്മൾ നേരിട്ട് വിറക് കത്തിക്കുന്നതല്ല. വിറക് കത്തിച്ച കരി നേരത്തെ എടുത്തു വെച്ച് നമുക്കത് കനലാക്കി ഉപയോഗിക്കാവുന്നതാണ്. വെന്ത പീസുകൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ വളരെ രുചികരവും ടേസ്റ്റിയുമായിട്ടുള്ള ബാർബിക്യൂ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. വേവാത്ത പീസുകൾ നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. അടുത്ത സെക്ഷൻ നമുക്ക് കൂടാതെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ബാർബിക്യൂ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും തീ കനലിലാണ് നമ്മൾ വേവിക്കുന്നത്, വെള്ളത്തിലല്ല. നല്ല കനൽ ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ബാർബിക്യൂ വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ബിരിയാണി ചോറിൻ്റെ കൂടോ മറ്റോ കഴിക്കാൻ വളരെ നല്ലതാണ്. കൂടാതെ ചട്നി, മയോണൈസ്, ഉള്ളിയും തക്കാളിയും മുറിച്ച് വഴറ്റിയത് മുതലായവ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ബാർബിക്യൂ നമുക്ക് വെറുതെയും കഴിക്കാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരവും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഈ ബാർബിക്യൂ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ബായ് ബായ്.